നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ജ്യോതിഷപരമായ സംശയങ്ങൾക്കും ഹൈന്ദവ ആചാരാനുഷ്ഠാനങ്ങളെപ്പറ്റി അറിയുന്നതിനും ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ സമ്പത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും ദേവതയായ മഹാലക്ഷ്മി ദേവിയെ പ്രീതിപ്പെടുത്താൻ വേണ്ടി എല്ലാ മാസവും പൗർണമി ദിവസത്തിൽ നടത്തുന്ന ഐശ്വര്യപൂജയിൽ പങ്കുകൊള്ളാൻ നിങ്ങളുടെ പേരും നക്ഷത്രവും കമൻറ്റ് ചെയ്യുക. എല്ലാവർക്കും വേണ്ടി മഹാലക്ഷ്മി ദേവിയോട് പ്രാർത്ഥിക്കുന്നതായിരിക്കും. ഈ 2023 ഡിസംബർ മാസം 24-ാം തീയതി മുതൽ 30-ാം തീയതി വരെയുള്ള സമ്പൂർണ്ണ വാരഫലമാണ് ഈ വീഡിയോയിൽ പറയുന്നത്. അശ്വതി, ഭരണി, കാർത്തിക ആദ്യ കാൽഭാഗം വരെയുള്ള മേടക്കൂറിൽ ജനിച്ചവർക്ക് ഡിസംബർ മാസത്തിലെ അവസാന ആഴ്ച വളരെയധികം ഭാഗ്യം നൽകും. ഈ സമയത്ത് ഇവർക്ക് സമ്പത്തും സമൃദ്ധിയും ലഭിക്കും. തൊഴിലിലും ബിസിനസ്സിലും നേട്ടമുണ്ടാകും. തൊഴിൽ രഹിതർക്ക് പുതിയ തൊഴിലവസരങ്ങൾ ലഭിക്കും. കുടുംബാംഗങ്ങളിൽ നിന്നും പരിപൂർണമായ സഹകരണവും പിന്തുണയും ലഭിക്കും. ഇവരുടെ ആസൂത്രിതമായ ജോലികൾ കൃത്യസമയത്ത് തന്നെ പൂർത്തിയാകും. ആഴ്ചയുടെ മധ്യത്തിൽ ദീർഘദൂര യാത്രകൾ വേണ്ടിവരും. ബിസിനസ്സുമായി ബന്ധപ്പെട്ടവർക്ക് സമയം അനുകൂലമായി തുടരും. വിപണിയിൽ ഇവർക്ക് സ്വാധീനം വർദ്ധിക്കും. നേരത്തെ നടത്തിയിരുന്ന നിക്ഷേപങ്ങൾ ഇപ്പോൾ ഗുണം ചെയ്യും. പ്രണയബന്ധങ്ങളിൽ പൊരുത്തമുണ്ടാകും. പ്രണയ പങ്കാളിയുമായി സന്തോഷത്തോടെ സമയം ചെലവഴിക്കാൻ ധാരാളം അവസരങ്ങൾ ലഭിക്കും. ഇവരുടെ ദാമ്പത്യ ജീവിതത്തിൽ പങ്കാളിയുമായി സ്നേഹവും ഐക്യവും ഉണ്ടാവും. കാർത്തിക അവസാന മുക്കാൽ ഭാഗം, രോഹിണി, മകയിരം ആദ്യ പകുതി ഭാഗം വരെയുള്ള ഇടവക്കൂറിൽ ജനിച്ചവർക്ക് ഈ ആഴ്ച പുതിയ അവസരങ്ങളിലേക്കുള്ള വാതിലുകൾ തുറന്നു കിട്ടും. തൊഴിലില്ലാത്തവരുടെയും ഉപജീവനമാർഗം തേടുന്നവരുടെയും ശ്രമങ്ങൾക്ക് ഈ ആഴ്ച വിജയസാധ്യതകൾ ഉണ്ടാവും. ജോലി ചെയ്യുന്നവർക്ക് അവരുടെ ജോലി സ്ഥലത്ത് സാഹചര്യം അനുകൂലമായി തുടരും. ഒരു സ്ത്രീ സുഹൃത്തിൻ്റെ സഹായത്തോടെ ഈ ആഴ്ച ഇവർക്ക് ജോലിയിൽ മികച്ച വിജയം ലഭിക്കും. ഇവരുടെ കുടുംബത്തിൽ ഐക്യമുണ്ടാകും. ഇവരുടെ പിതാവിൽ നിന്നും പ്രത്യേക സഹായവും പിന്തുണയും ലഭിക്കും. ആഴ്ചയുടെ രണ്ടാം പകുതിയിൽ പ്രത്യേക സാമ്പത്തിക നേട്ടങ്ങളും ബിസിനസ്സിൽ വിജയവും ലഭിക്കും. ഈ കാലയളവിൽ ബിസിനസ് വിപുലീകരണ പദ്ധതികളെല്ലാം യാഥാർത്ഥ്യമാകും. എല്ലാ ഭാഗത്തു നിന്നും ഇവർക്ക് പണം ലഭിക്കും. ഇവരുടെ പ്രണയബന്ധങ്ങൾ സാധാരണ നിലയിലായിരിക്കും. ആഴ്ചയുടെ അവസാനത്തെ പകുതിയിൽ പ്രണയ പങ്കാളിയിൽ നിന്നും അപ്രതീക്ഷിതമായി ഒരു സമ്മാനം ലഭിക്കും. ഇവരുടെ ദാമ്പത്യ ജീവിതം സന്തോഷകരമായി നിലനിൽക്കും. മകയിരം അവസാന പകുതി ഭാഗം, തിരുവാതിര, പുണർദം ആദ്യ മുക്കാൽ ഭാഗം വരെയുള്ള മിഥുനക്കൂറിൽ ജനിച്ചവർക്ക് ഈ ആഴ്ച കുറച്ച് തിരക്കുള്ളതായിരിക്കും. എങ്കിലും എല്ലാ കുഴപ്പങ്ങൾക്കിടയിലും ജീവിതത്തിൽ മുന്നോട്ടു പോകാനുള്ള എല്ലാ അവസരങ്ങളും ഇവർക്ക് ലഭിക്കും. വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും ഈ ആഴ്ച വളരെയധികം അനുകൂലമായിരിക്കും. പരീക്ഷകൾക്കും മത്സരങ്ങൾക്കും തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് ആഴ്ചയുടെ മധ്യത്തിൽ നല്ല വാർത്തകൾ ലഭിക്കും. ഇവർക്ക് ആഴ്ചയുടെ മധ്യത്തിൽ കരിയറുമായോ ബിസിനസ്സുമായോ ബന്ധപ്പെട്ട് ദീർഘദൂര യാത്രകൾ വേണ്ടിവരും. ഇവർക്ക് സ്വന്തം ജോലികൾ പൂർത്തിയാക്കാൻ കൂടുതൽ കഠിനാധ്വാനവും പരിശ്രമവും വേണ്ടിവരും. പക്ഷേ ഫലങ്ങളെല്ലാം തന്നെ ഇവർക്ക് അനുകൂലമായിരിക്കും. ഈ കാലയളവിൽ ഗാർഹിക ജീവിതത്തിൽ ചില വലിയ ചിലവുകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇവർക്ക് പ്രണയ പങ്കാളിയുമായി എന്തെങ്കിലും കാര്യത്തിൽ തർക്കങ്ങളോ തെറ്റിദ്ധാരണകളോ ഉണ്ടെങ്കിൽ അതെല്ലാം ഈ ആഴ്ച പരിഹരിക്കപ്പെടും. പുണർദം അവസാന കാൽഭാഗം, പൂയം, ആയില്യം വരെയുള്ള കർക്കിടക കൂറിൽ ജനിച്ചവർക്ക് ഈ ആഴ്ച നിലവിലുള്ള പ്രശ്നങ്ങളിൽ നിന്നെല്ലാം മോചനം ലഭിക്കും. ആഴ്ചയുടെ തുടക്കത്തിൽ ഒരു പ്രത്യേക വ്യക്തിയുടെ സഹായത്തോടെ ഇവരുടെ ജോലിയിലെ തടസ്സങ്ങളെല്ലാം നീങ്ങും. ഭൂമി, കെട്ടിടങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട തർക്കങ്ങളെല്ലാം ഈ ആഴ്ച പരിഹരിക്കപ്പെടും. ഈ ആഴ്ച ഇവരുടെ കരിയറും ബിസിനസ്സും സംബന്ധിച്ച് ഒരു വലിയ തീരുമാനമെടുക്കേണ്ടി വരും. വളരെ കാലമായി ഇവരുടെ സ്ഥലവും വീടും വിൽക്കാൻ വേണ്ടി ശ്രമിച്ചിരുന്നുവെങ്കിൽ ആ ആഗ്രഹവും ഇപ്പോൾ സഫലമാകും. ഈ ആഴ്ചയുടെ രണ്ടാം പകുതിയിൽ കൂടുതൽ ചിലവുകൾ ഉണ്ടാകുമെങ്കിലും പണത്തിൻ്റെ വരവും അതേ അനുപാതത്തിൽ വർദ്ധിക്കും. ഈ സമയത്ത് ഇവർക്ക് മാനസികമായും ശാരീരികമായും ഊർജ്ജസ്വലത അനുഭവപ്പെടും. ആരോടെങ്കിലും സ്നേഹം പ്രകടിപ്പിക്കാൻ ചിന്തിക്കുകയാണെങ്കിൽ ഈ സമയം വളരെയധികം അനുകൂലമാണ്. കൂടാതെ ഈ ആഴ്ചയുടെ രണ്ടാം പകുതിയിൽ ആരോഗ്യപരമായ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ വേണം. മകം, പൂരം, ഉത്രം ആദ്യ കാൽഭാഗം വരെയുള്ള ചിങ്ങക്കൂറിൽ ജനിച്ചവർക്ക് ഈ ആഴ്ച ഗുണദോഷ സമ്മിശ്രമായിരിക്കും. ആഴ്ചയുടെ തുടക്കത്തിൽ തന്നെ ഇവരുടെ ജോലികൾ അതിവേഗം പുരോഗമിക്കുന്നതായി തോന്നുമെങ്കിലും ആഴ്ചയുടെ അവസാനത്തിൽ വലിയ തടസ്സങ്ങൾ കാരണം നിരാശ അനുഭവപ്പെടും. ബിസിനസ്സിൽ ഏർപ്പെട്ടിരിക്കുന്നവരാണെങ്കിൽ ഈ ആഴ്ച പണമിടപാടുകൾ നടത്തുമ്പോഴും വലിയ ഇടപാടുകൾ നടത്തുമ്പോഴും പ്രത്യേകം ശ്രദ്ധിക്കുക. ജോലി ചെയ്യുന്ന സ്ത്രീകൾക്ക് ആഴ്ചയുടെ മധ്യത്തിൽ അവരുടെ ജോലിസ്ഥലവും കുടുംബവും തമ്മിലുള്ള സന്തുലിതാവസ്ഥയിൽ ചില ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വരും. ഇവർ ഈ ആഴ്ച വസ്തുവകകളിലും കുടുംബ ബന്ധങ്ങളിലും വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്.
ആഴ്ചയുടെ അവസാന പകുതിയിൽ ചില സാധനങ്ങൾ നഷ്ടപ്പെടുകയോ മോഷ്ടിക്കപ്പെടുകയോ ചെയ്തേക്കാം. വാഹനങ്ങൾ ഉപയോഗിക്കുന്നവർ ഈ സമയത്ത് വളരെയധികം ജാഗ്രത പാലിക്കുക. ഉത്രം അവസാന മുക്കാൽ ഭാഗം, അത്തം, ചിത്തിര ആദ്യ പകുതി ഭാഗം വരെയുള്ള കന്നിക്കൂറിൽ ജനിച്ചവർക്ക് ഈ ആഴ്ച മുഴുവനും കരിയർ, ബിസിനസ് എന്നിവയുടെ കാര്യത്തിൽ ശുഭകരമായിരിക്കും. എന്നാൽ കുടുംബ ബന്ധത്തിൻ്റെ കാര്യത്തിൽ ഈ ആഴ്ച കുറച്ച് പ്രതികൂലമാണ്. ഈ ഒരു സാഹചര്യത്തിൽ ആരോടെങ്കിലും സംസാരിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. വിദേശത്ത് കരിയർ അല്ലെങ്കിൽ ബിസിനസ് തുടരാൻ ശ്രമിക്കുകയാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും നല്ല വാർത്തയോ വിജയമോ ലഭിക്കുന്നതിന് കുറച്ച് സമയം കൂടി ഇവർക്ക് കാത്തിരിക്കേണ്ടി വന്നേക്കാം. ബിസിനസ്സുകാർക്ക് അവരുടെ എതിരാളികളിൽ നിന്നും കടുത്ത മത്സരം നേരിടേണ്ടി വന്നേക്കാം. ഈ ആഴ്ച ഇവരുടെ പ്രണയബന്ധത്തിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാവാനും സാധ്യതയുണ്ട്. ചിത്തിര അവസാന പകുതി ഭാഗം, ചോതി, വിശാഖം ആദ്യ മുക്കാൽ ഭാഗം വരെയുള്ള തുലാക്കൂറിൽ ജനിച്ചവർക്ക് ഈ ആഴ്ച കാര്യങ്ങളെല്ലാം മെച്ചപ്പെടും. ബന്ധുക്കളുമായി എന്തെങ്കിലും തർക്കങ്ങളുണ്ടെങ്കിൽ ഈ ആഴ്ച ഇവരുടെ തെറ്റിദ്ധാരണകളെല്ലാം മാറും. ഇവർ ഏതെങ്കിലും പരീക്ഷയ്ക്കോ മത്സരത്തിനോ വേണ്ടിയുള്ള ഒരുക്കത്തിലാണെങ്കിൽ ഈ ആഴ്ച ഇവർക്ക് അതുമായി ബന്ധപ്പെട്ട് ചില നല്ല വാർത്തകൾ അല്ലെങ്കിൽ പ്രത്യേക വിജയം ലഭിക്കാൻ സാധ്യതയുണ്ട്. നിയമപരമായ തർക്കങ്ങളിൽ നിന്നും ഇവർക്ക് ആശ്വാസം ലഭിക്കും. ജോലിസ്ഥലത്ത് ഒരു പുതിയ ലക്ഷ്യത്തിലേക്കുള്ള ചുവടുകൾ വയ്ക്കും. ജീവിതത്തിൽ മുന്നേറാൻ എതിർ ലിംഗത്തിൽപ്പെട്ട ഒരാളിൽ നിന്ന് ഈ ആഴ്ച ഇവർക്ക് ഒരു പ്രത്യേക സഹകരണവും പിന്തുണയും ലഭിക്കും. ആഴ്ചയുടെ രണ്ടാം പകുതിയിൽ പണം കരുതലോടെ കൈകാര്യം ചെയ്യണം. ഭാവിയിൽ നിറവേറ്റാൻ ബുദ്ധിമുട്ടുള്ള ഒരു വാഗ്ദാനവും ആരോടും പറയരുത്. ആഴ്ചയുടെ രണ്ടാം പകുതിയിൽ വാഹനം, വസ്തു എന്നിവ വാങ്ങാനായേക്കും. ഈ സമയത്ത് ഇവരുടെ പ്രണയ പങ്കാളിയിൽ നിന്നും ചില നല്ല വാർത്തകൾ കേൾക്കാനാകും. കുടുംബത്തോടൊപ്പം സന്തോഷത്തോടെ സമയം ചെലവഴിക്കാനും ഇവർക്ക് അവസരം ലഭിക്കും. വിശാഖം അവസാനകാൽ ഭാഗം, അനിഴം, തൃക്കേട്ട വരെയുള്ള വൃശ്ചിക കൂറിൽ ജനിച്ചവർക്ക് ഈ ആഴ്ച എല്ലാ കാര്യങ്ങളും കുറച്ച് ശ്രദ്ധിക്കേണ്ടി വരും. അല്ലാത്തപക്ഷം പൂർത്തിയാക്കിയ ജോലികൾ വരെ വെറുതെയാവും. ഈ ആഴ്ച ഇവർക്ക് ശാരീരികവും സാമ്പത്തികവുമായ നഷ്ടങ്ങൾ നേരിടേണ്ടി വരും. ഈ ആഴ്ച ഇവരുടെ ആരോഗ്യത്തിലും ബന്ധങ്ങളിലും പ്രത്യേക ശ്രദ്ധ നൽകേണ്ടി വരും. ആഴ്ചയുടെ മധ്യത്തിൽ ഇവർക്ക് ഉദരരോഗങ്ങൾ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. ഈ ആഴ്ച ജോലിസ്ഥലത്തെ സഹപ്രവർത്തകരിൽ നിന്നും എതിർപ്പ് നേരിടേണ്ടി വന്നേക്കാം. കൂടുതൽ കഠിനാധ്വാനത്തിലൂടെയും പരിശ്രമത്തിലൂടെയും മാത്രമേ ആഗ്രഹിച്ച ഫലങ്ങൾ കൈവരിക്കാൻ കഴിയൂ. ആഴ്ചയുടെ അവസാന പകുതിയിൽ സമയത്തിൻ്റെ ഭൂരിഭാഗവും കുടുംബ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ചെലവഴിക്കേണ്ടി വരും. ഈ കാലയളവിൽ ഇവർ ശാരീരികമായും മാനസികമായും തളർന്നിരിക്കും. കൂടാതെ പ്രണയബന്ധങ്ങളിലും ജാഗ്രതയോടെ മുന്നോട്ടു പോകണം. ഈ ആഴ്ച ചില അനാവശ്യ പ്രശ്നങ്ങൾ കൂടി നേരിടേണ്ടി വന്നേക്കാം. മൂലം, പൂരാടം, ഉത്രാടം ആദ്യ കാൽഭാഗം വരെയുള്ള ധനുക്കൂറിൽ ജനിച്ചവർക്ക് ഈ ആഴ്ച വളരെ അനുകൂലമാണ്. ഈ ആഴ്ച ഇവർക്ക് ഭാഗ്യത്തിൻ്റെ പൂർണ്ണ പിന്തുണ ലഭിക്കും. ഇവർക്ക് ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ഏറ്റവും മികച്ച ഫലങ്ങൾ തന്നെ ലഭിക്കും. ഈ ആഴ്ച ആഗ്രഹിച്ച വിജയവും പണവും പ്രശസ്തിയും ഇവർക്ക് ലഭിക്കും. ബിസിനസ്സിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് വിപണിയിൽ കുടുങ്ങിക്കിടക്കുന്ന പണം അപ്രതീക്ഷിതമായി തിരികെ ലഭിക്കും. ഇവർക്ക് ഈ ആഴ്ച ബിസിനസ്സിൽ നിന്നും വലിയ ലാഭം ലഭിക്കും. ആഴ്ചയുടെ തുടക്കത്തിൽ തന്നെ ചില പുതിയ ജോലികൾ ആരംഭിക്കാനാകും. ഈ സമയത്ത് ഇവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട ചില വലിയ തീരുമാനങ്ങൾ ഇവർക്കെടുക്കാൻ കഴിയും. ഈ കാലയളവിൽ ഏതെങ്കിലും പ്രമുഖ വ്യക്തികളുടെ സഹായത്തോടെ ജോലികളെല്ലാം ഭംഗിയായി പൂർത്തിയാക്കും. രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ടവർക്ക് സ്ഥാനമാനങ്ങൾ വർദ്ധിച്ചേക്കാം. ഈ ആഴ്ച മുഴുവൻ കുടുംബാംഗങ്ങളുമായി സ്നേഹവും ഐക്യവും ഉണ്ടാവും. പ്രണയബന്ധത്തിൻ്റെ കാര്യത്തിൽ ഈ ആഴ്ച ഇവർക്ക് തികച്ചും അനുകൂലമാണ്. കൂടാതെ ഇവരുടെ ദാമ്പത്യ ജീവിതത്തിലും മാധുര്യമുണ്ടാവും. ഉത്രാടം അവസാന മുക്കാൽ ഭാഗം, തിരുവോണം, അവിട്ടം ആദ്യ പകുതി ഭാഗം വരെയുള്ള മകരക്കൂറിൽ ജനിച്ചവർക്ക് ഈ ആഴ്ച മുഴുവനും വലിയ മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം. ഈ ആഴ്ച ജോലിയുള്ളവർക്ക് പെട്ടെന്നൊരു പുതിയ ഉത്തരവാദിത്വം കൂടി ലഭിക്കും. ജോലിസ്ഥലത്ത് പെട്ടെന്ന് സ്ഥലം മാറ്റമുണ്ടായേക്കാം. ഈ ആഴ്ച ചെറിയ കാര്യങ്ങൾക്ക് പ്രാധാന്യം നൽകാതെ പ്രധാന ലക്ഷ്യങ്ങളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കണം. ജോലിക്കാർക്ക് ആഴ്ചയുടെ അവസാനത്തിൽ എല്ലാവരിൽ നിന്നും എതിർപ്പുകൾ നേരിടേണ്ടി വന്നേക്കാം. ബിസിനസ്സുകാർ ഈ ആഴ്ച ബിസിനസ് സംബന്ധമായ വലിയ തീരുമാനങ്ങളൊന്നും എടുക്കരുത്. ഈ ആഴ്ച പരീക്ഷകൾക്കും മത്സരങ്ങൾക്കും തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികളുടെ ശ്രദ്ധ പഠനത്തിൽ നിന്നും വ്യതിചലിച്ചേക്കാം. ആഴ്ചയുടെ രണ്ടാം പകുതിയിൽ ആരോഗ്യകാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഈ കാലയളവിൽ ചില വിട്ടുമാറാത്ത രോഗങ്ങൾ കാരണം ശാരീരികമായി വിഷമിച്ചേക്കാം. ഭൂമിയും വീടുമായും ബന്ധപ്പെട്ട തർക്കങ്ങൾ ഇവർക്ക് ആശങ്കയുണ്ടാക്കും. പ്രണയബന്ധത്തിൻ്റെ കാര്യത്തിൽ ഈ ആഴ്ച ഗുണദോഷ സമ്മിശ്രമായിരിക്കും. അവിട്ടം അവസാന പകുതി ഭാഗം, ചതയം, പൂരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗം വരെയുള്ള കുംഭക്കൂറിൽ ജനിച്ചവർ ഈ ആഴ്ച ഭാഗ്യത്തെ കൂടുതൽ ആശ്രയിക്കുന്നതിന് പകരം അവരുടെ കർമ്മത്തിൽ വിശ്വസിക്കുക. എങ്കിൽ മാത്രമേ ഇവരുടെ ആസൂത്രിതമായ ജോലികൾ കൃത്യസമയത്ത് പൂർത്തിയാവൂ. ഇവർക്ക് ഈ ആഴ്ച ജോലികൾ പൂർത്തിയാക്കാൻ അധിക പരിശ്രമവും കഠിനാധ്വാനവും ചെയ്യേണ്ടി വരും. ആഴ്ചയുടെ തുടക്കത്തിൽ ജോലിയുമായി ബന്ധപ്പെട്ട് ദീർഘദൂര യാത്രകൾക്ക് സാധ്യതയുണ്ട്.
ബിസിനസ്സുമായി ബന്ധപ്പെട്ടവർക്ക് ഈ ആഴ്ച അവരുടെ എതിരാളികളിൽ നിന്നും കടുത്ത വെല്ലുവിളികൾ നേരിടേണ്ടി വന്നേക്കാം. എന്തെങ്കിലും വലിയ ഇടപാടുകൾ നടത്തുന്നതിന് മുമ്പ് അഭ്യുദയകാംക്ഷികളിൽ നിന്നും ഉപദേശം തേടുന്നത് നല്ലതായിരിക്കും. ഈ ആഴ്ച അനാവശ്യ ചെലവുകൾ നിയന്ത്രിക്കേണ്ടതാണ്. ആഴ്ചയുടെ ആദ്യ പകുതിയിൽ ഇവർക്ക് പണം കടം വാങ്ങേണ്ടി വന്നേക്കാം. എന്നാൽ ആഴ്ചയുടെ രണ്ടാം പകുതി അല്പം മികച്ചതായിരിക്കും. ഈ സമയത്ത് ഇവരുടെ പ്രിയപ്പെട്ടവരിൽ നിന്നും ചില നല്ല വാർത്തകൾ ലഭിക്കും. അതുമൂലം ഇവരുടെ കുടുംബത്തിൽ സന്തോഷകരമായ ഒരു അന്തരീക്ഷമുണ്ടാകും. പ്രണയബന്ധങ്ങൾക്ക് ഈ സമയം വളരെ അനുകൂലമായിരിക്കും. ഈ സമയത്ത് പ്രണയ പങ്കാളിയുമായുള്ള ഇവരുടെ അടുപ്പം വർദ്ധിക്കും. ഈ സമയത്ത് കുടുംബത്തോടൊപ്പം വിനോദയാത്ര പോവാനും ഇവർക്ക് അവസരം ലഭിക്കും. പൂരുരുട്ടാതി അവസാന കാൽഭാഗം ഉത്രട്ടാതി രേവതി വരെയുള്ള മീനക്കൂറിൽ ജനിച്ചവർക്ക് ഈ ആഴ്ച ഐശ്വര്യവും ഭാഗ്യവും വന്നു ചേരും. ഈ ആഴ്ച മീനക്കൂറുകാർക്ക് അവരുടെ ജോലിയിൽ ആഗ്രഹിച്ച വിജയം ലഭിക്കും. ബിസിനസ്സിൽ നിന്നും ആഗ്രഹിച്ച ലാഭം ലഭിക്കും. ആഴ്ചയുടെ തുടക്കത്തിൽ കരിയറുമായും ബിസിനസ്സുമായും ബന്ധപ്പെട്ട് നടത്തുന്ന യാത്രകൾ വിജയം നൽകും. വിദേശത്ത് കരിയർ അല്ലെങ്കിൽ ബിസിനസ് സ്ഥാപിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ ഈ ആഴ്ച അതുമായി ബന്ധപ്പെട്ട് ചില നല്ല വാർത്തകൾ ഇവർക്ക് ലഭിക്കും. ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ തടസ്സങ്ങളെല്ലാം നീങ്ങും. ഈ ആഴ്ചയുടെ അവസാനത്തിൽ ഇവരുടെ സാമ്പത്തിക പ്രതിസന്ധിയുടെ കാർമേഘങ്ങളെല്ലാം നീങ്ങും. ഇവർക്ക് ബിസിനസ് വർദ്ധിപ്പിക്കാൻ അവസരമുണ്ടാകും. ഈ സമയത്ത് പ്രിയപ്പെട്ടവരുമായി സന്തോഷത്തോടെ സമയം ചെലവഴിക്കാൻ ഇവർക്ക് ധാരാളം അവസരങ്ങൾ ലഭിക്കും. ഈ ആഴ്ച കുടുംബാംഗങ്ങളിൽ നിന്നും പരിപൂർണ പിന്തുണയും സഹകരണവും ഇവർക്ക് ലഭിക്കും. കൂടാതെ ഇവരുടെ പ്രണയബന്ധത്തിൽ അടുപ്പം വർദ്ധിക്കും. ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാവുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നവരെ നന്ദി, നമസ്കാരം.